ബാക്ക് ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. അപ്പോൾ നമ്മൾ വേഗം ശാന്തി സ്തൂപയിലേക്ക് പോവാണ്. നമ്മുടെ ലേ പാലസിന്റെ കാഴ്ചകൾ ഗംഭീരമായിരുന്നു അല്ലേ. അപ്പോൾ ശാന്തി സ്തൂപ ഇവിടുന്ന് ഒരു 4.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷേ 18 മിനിറ്റ് കാണിക്കുന്നുണ്ട്, കാരണം സമയം 5:30 അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട്. പിന്നെ ഈ സിറ്റി റോഡ്സ്, ലേ സിറ്റിയിലെ വളരെ ഇടുങ്ങിയ റോഡുകളാണ്. ഈ പോപ്ലാർ മരങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഇതിന്റെ തടിയാണ് ഈ ലേ പാലസ് ഉൾപ്പെടെ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ സീലിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സിറ്റി റോഡ്സ് കഴിഞ്ഞ് പുറത്ത് ഇങ്ങനെ കടന്ന ഒരു ഔട്ട്സ്കേർട്സിലെ ഒരു മലമുകളിലാണ് നമ്മുടെ ശാന്തി സ്തൂപ. സിറ്റി വിട്ട് ഒരു മൗണ്ടൻ റേഞ്ചിലേക്ക് നമ്മൾ തിരിച്ചെത്തി. ആ മലയ്ക്ക് പിന്നിൽ ശാന്തി സ്തൂപയുണ്ട്. എത്തണമെങ്കിൽ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞ് പുളഞ്ഞ് പോകണം. ലേ സിറ്റിയുടെ ഔട്ടർ ലൈറ്റ് കുറച്ചൊരു നോർത്തായിട്ടാണ് നമ്മുടെ ഈ പീസ് പഗോഡ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സിറ്റിയുടെ ചെറിയൊരു ടൈലൻഡ് പോലെ കുറച്ചൊരു വ്യൂ കിട്ടുന്നുണ്ട്. കുറച്ച് പച്ചപ്പുള്ള ഭാഗമാണ് കാണുന്നത്. പിന്നെ നമ്മുടെ മഞ്ഞുമലകളും കല്ലുമലകളും എവിടെ നോക്കിയാലും ലഡാക്കിൽ കാണാമല്ലോ. അത് അവിടെ ഒരു സിപ്പ് ലൈൻ്റെ വർക്ക് നടക്കണ പോലെ തോന്നുന്നുണ്ട്. പുതിയതായിട്ട് പണിയായിരിക്കും, ഇപ്പോൾ ഓപ്പൺ ആയിരിക്കില്ല. അതെ അതെ ആ ബോർഡ് മൂടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ സിപ്പ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ സിറ്റിയിൽ നിന്ന് നേരെ നമുക്ക് പീസ് പഗോഡയിലേക്ക് ഇങ്ങനെ വന്ന് ഇറങ്ങാൻ പറ്റും. അത് നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ പീസ് പഗോഡ ഇതാ കണ്ടു തുടങ്ങി. നമുക്കൊന്ന് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാം. നല്ല തിരക്കുണ്ട്, ഇഷ്ടം പോലെ ജനമുണ്ട്. പാർക്കിംഗ് അങ്ങനെ അധികമുള്ള സ്ഥലമല്ല. കുഴപ്പമില്ല, വണ്ടി വ്യൂ കണ്ട് കിടക്കട്ടെ. നല്ല തിരക്കിൻ്റെ സമയം, ഇഷ്ടം പോലെ ആളുകളും വണ്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റെപ്സ് കയറണം ശാന്തി സ്തൂപയിലേക്ക്. അപ്പോൾ ഈ കമാനം കടന്ന് അങ്ങനെ വളഞ്ഞു വരണം. നോക്കിയപ്പോൾ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാഞ്ചി സ്തൂപയുടെ അതേ മോഡലിലാണ്. അതൊരു പ്രത്യേകതയായിട്ട് തോന്നി. ഇത് അവിടെ താഴെ നോക്കൂ, ലേ പാലസ്. പെട്ടെന്ന് മനസ്സിലാവില്ല, മണ്ണിൻ്റെ കളറായ കാരണം തിരിച്ചറിയില്ല അവിടെ നിന്ന്. അപ്പോൾ ഈ സാഞ്ചി സ്തൂപയുടെ മോഡലിലുള്ള കമാനത്തിൽ കൂടെ കടന്നിട്ടാണ് ഇങ്ങോട്ട് കയറേണ്ടത്. അതിനു മുമ്പ് നമ്മൾ കുറച്ച് കച്ചവടം, തണുപ്പ് സഹിക്കാൻ പറ്റില്ല, അപ്പോൾ ഒന്ന് തലയിലൊക്കെ ഇടാനുള്ള സാധനങ്ങൾ വാങ്ങി. അതിനെത്രയാ? ये मैडम ये अच्छा है, ये वाला और कलर है। ये 2 पीस है, ये और ये 2 पीस है. അതൊക്കെ തങ്കുനാ സാധനം കൊടുക്ക്. എനിക്കാണോ ചേട്ടാ വെച്ചോ? തങ്കുനാട് ഭംഗിയുണ്ടാവും, ഭംഗിയുണ്ട്. നിപ്പോൺസൺ മ്യോഹോജി ശാന്തി സ്തൂപ എന്നാണ് ഇവിടെ പേര് എഴുതി വെച്ചിട്ടുള്ളത്. ജപ്പാൻകാർ നിർമ്മിച്ചതാണ്. ലേയിലെ ശാന്തി സ്തൂപ 1991 നിർമ്മിച്ചത്. 2 നിലയായിട്ട് വലിയൊരു വൈറ്റ് ഡോമായിട്ട് നല്ലൊരു മാസീവ് സ്ട്രക്ചറാണ്. നമുക്ക് ദൂരം നോക്കുമ്പോൾ ചെറുതുപോലെ തോന്നില്ല, അടുത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള വലിപ്പം മനസ്സിലാവുക. 1991 നിർമ്മിച്ചത് ജാപ്പനീസ് ബുദ്ധിസ്റ്റ് സന്യാസിയായിട്ടുള്ള ഗ്യോമോ നക്കമുറയാണ്. ജാപ്പാനീസ് ഐഡിയ ആണെങ്കിലും ഇതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവാനായിട്ട് ഇവിടെ ലഡാക്കികൾ എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് ചെയ്തത്. ശ്രീബുദ്ധന്റെ ജന്മത്തിന്റെ 2500-ാം വർഷം ആഘോഷിക്കാനാണ് ശരിക്കും ഇതിവിടെ പണിതത്. ഇതിൻ്റെ ഉള്ളിൽ ബുദ്ധന്റെ റിലിക്സ് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ദലൈലാമയാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ചെരുപ്പോട് ഊരിച്ച് വേണം ഉള്ളിൽ കയറാൻ. ശാന്തി സ്തൂപ 11,841 അടി ഉയരത്തിൽ നിൽക്കണ കാരണം ലോകത്തെ തന്നെ ഹയസ്റ്റ് ശാന്തി സ്തൂപയാണ്. അത് വേൾഡ് പീസ് പഗോഡ മിഷന്റെ ഭാഗമായിട്ട് പണിതിട്ടുള്ളതാണിത്. ഫ്യൂജി ഗുരുജി എന്ന ഫൗണ്ടർ ഓഫ് നിപ്പോൺസൺ മ്യോജി ബുദ്ധിസ്റ്റ് ഓർഡർ, ആ പേരാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഗാന്ധിജിയുടെയൊക്കെ വളരെ അടുത്ത അനുയായിയായിരുന്നു. അദ്ദേഹം ലോകമെങ്ങും പീസ് പഗോഡകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ലേയിലും. അത് നോക്കിയിട്ട് നമ്മളൊന്ന് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഏഷ്യയിൽ മാത്രം ലോകത്ത് മുഴുവൻ ഈ പീസ് പഗോഡകൾ ഇതേ ഷേപ്പിലാണ്. അപ്പോൾ നമുക്ക് ഓർമ്മ വന്നു, ഓസ്ട്രേലിയ മഞ്ഞുമലകൾ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓർമ്മ വന്നു, നമ്മൾ ഡാർജിലിംഗിലെ പീസ് പഗോഡ കാണാൻ പോയിട്ട് ആ മലയുടെ മുകളിൽ വണ്ടി നിർത്താൻ വരെ പറ്റാൻ സ്ഥലമില്ലാണ്ട്, സൂചി കുത്താൻ സ്ഥലമില്ലാണ്ട് നമുക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നു. എന്തായാലും ലേയിലെ പീസ് പഗോഡയെങ്കിലും നമുക്ക് കാണാൻ പറ്റിയല്ലോ. ഇത് 83 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫൗണ്ടറായിട്ടുള്ള ഫ്യൂജി ഗുരുജിക്ക് ജവഹർലാൽ നെഹ്റു അവാർഡ് ഓഫ് ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് 78 ലഭിച്ചിട്ടുണ്ട്. ഇത് ഒരു ലഡാക്കി സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ അല്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഈ നോർത്ത് ഈസ്റ്റിലും അതുപോലെ ഭൂട്ടാനിലും ഒക്കെ കണ്ട ആ സ്തൂപങ്ങളുടെ ഒരു സ്റ്റൈലാണിത്. ഇങ്ങനെ ഗോൾഡൻ, റെഡ്, ഗ്രീൻ അങ്ങനെ വളരെ കളർഫുൾ ആയിട്ടുള്ള ബുദ്ധ സ്റ്റാച്യൂസും അതുപോലെ ധർമ്മചക്രയൊക്കെ ഇങ്ങനെ വാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നടുവിലായിട്ട് ഒരു സുവർണ ബുദ്ധൻ പീഠത്തിൽ, അതിന് ചുറ്റും ഈ ചുമരിൽ ബുദ്ധൻ്റെ ഈ പ്രതിമ, ഈ ധ്യാനമഗ്നനായിട്ടുള്ള ബുദ്ധ പ്രതിമ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ബുദ്ധൻ്റെ ജീവിതത്തിലെ എല്ലാ സീൻസും ഇവിടെ ഡിപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ക്ലോക്ക് വൈസ് ചുറ്റണം എന്നാണ് ഒരു രീതി ബുദ്ധ സ്തൂപകളിലും മൊണാസ്ട്രികളിലൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങി.
മുമ്പിൽ തന്നെ ധർമ്മചക്രയും മാനുകളും ഉൾപ്പെടെയുള്ള ബുദ്ധിസ്റ്റ് സിമ്പൽ ഉണ്ട്. വളരെ ബഹുമാനത്തോടു കൂടിയാണ് എല്ലാവരും അത് ഇങ്ങനെ വണങ്ങുന്നത്. ഈ പീസ് പഗോഡ നിൽക്കുന്ന സ്ഥലം വളരെ ഒരു സീനിക്കായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ്. നല്ല സൈറ്റ്സ് ഉണ്ട്, ചുറ്റും മഞ്ഞുമലകളൊക്കെ ആയിട്ട്. നമ്മുടെ ശാക്യമുനി ബുദ്ധപ്രതിമ ദാ ഏതോ ഒരു മലയുടെ മുകളിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ സൂം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ സമയം 6:30 എന്തായാലും ലേയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ശാന്തി സ്തൂപയിൽ നമുക്ക് എത്താൻ പറ്റിയത് നന്നായി. രണ്ടാം ലോക മഹായുദ്ധത്തിനും ജപ്പാന്റെ കെടുതികൾക്ക് ശേഷം ലോകത്ത് സമാധാനം കൊണ്ടുവരണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ് പീസ് പഗോഡ പ്രോജക്റ്റ്. അതിൽ ഹിരോഷിമയിൽ ഉൾപ്പെടെയുള്ള 80 എണ്ണത്തിൽ ഒന്നാണ് നമ്മുടെ ഈ ശാന്തി സ്തൂപ. ഇതാണ് അവസ്ഥയിൽ നമുക്ക് കോട്ട് വരെ വേണ്ടി വരും കേട്ടോ. കനം കുറഞ്ഞ കോട്ടൊക്കെയാണ്. തണുത്ത കാറ്റടിക്കാനും എങ്ങനെയൊക്കെ വണ്ടിയിൽ കയറിയാൽ മതി എന്നായി. മാർക്കറ്റിലേക്കുള്ള വഴി നല്ല തിരക്കാല്ലേ? വളരെ തിരക്കാണ്. ഇതിപ്പോ എല്ലാരും ഈ ഓർഗനൈസ് ടൂറുകാരും വൈകുന്നേരം എത്തിക്കുന്ന സ്ഥലമായിരിക്കുമല്ലോ മാർക്കറ്റ്. ദിവസം മുഴുവൻ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം മേയാൻ വിടുന്ന സ്ഥലം ഇട്ട് കൊടുക്കുന്നത് മാർക്കറ്റുകാർക്ക് ഇട്ട് കൊടുക്കണം. അതെ അതെ അതെ, കച്ചവടം പിടിപിടിക്കട്ടെ. പക്ഷെ ഉള്ളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിലും എപ്പോഴും ഇവിടെ എല്ലാ ഓർഗനൈസ് ടൂറുകാരും ക്രിസ്റ്റ യൂസ് ചെയ്യണ കാരണം എപ്പോഴും ക്രിസ്റ്റയ്ക്ക് പോകാനുള്ളൊരു ഗ്യാപ്പ് എല്ലായിടത്തും ഉണ്ടാവും. അതന്നെ, എത്ര എല്ലാവരും ക്രിസ്റ്റയാണ് യൂസ് ചെയ്യണത് നമ്മുടെ ട്രിപ്പുകൾക്കൊക്കെ. ഇവിടെ പ്രത്യേകിച്ച് ലോങ് ഡ്രൈവ് കുറേ വളവും തിരിവും അങ്ങനെയൊക്കെ ആകുമ്പോൾ കംഫർട്ട് നോക്കുമ്പോൾ നമ്മൾ ഷില്ലോങ്ങിലൊക്കെ പോയപ്പോൾ അവിടുത്തെ മെയിൻ ടാക്സി വണ്ടി എന്ന് പറയുന്നത് ഓൾട്ടോ പിന്നെ സാൻഡ്രോ അങ്ങനെയൊക്കെ ആയിരുന്നു. ടാക്സി മാത്രല്ല അവിടുത്തെ ആൾക്കാരുടെ വണ്ടിയാണ്. അത് ഭയങ്കര അത്ഭുതമായി എനിക്ക്. ഓൾട്ടോ ഇത്രയും ഹൈ റേഞ്ച് ആണല്ലോ ഉപയോഗിക്കണുണ്ട് ഇപ്പോൾ. പക്ഷെ അത് കാരണം അവിടെ സ്പേസ് വളരെ കുറവായിരുന്നു. ഇത് എപ്പോഴും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ മാർക്കറ്റ് ഭാഗമായിട്ടോ. ആ അടിപൊളിയാണല്ലോ മാർക്കറ്റ്, നല്ല ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ചെയ്യും, ഞങ്ങളെ താപ്പ് നോക്കി ഇറക്കി വിട്ടിട്ട് ഈ വണ്ടിയും കൊണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ നോക്കിക്കോ. അവിടെ ലൈനും കൂടി ഉണ്ട്. പൾസ് വണ്ടിയിൽ മറന്നു വെച്ചാലോ? അപ്പേ മാർക്കറ്റിൽ പോകുമ്പോ അല്ലേ നല്ലത്. നമ്മൾ ഈ തലയിലിടുന്ന സാധനമൊക്കെ ഇപ്പോൾ വാങ്ങിയതാ. അത് കുഴപ്പമില്ല, കഴുത്തിലും തലയിലൊക്കെ. നല്ല തണുപ്പാണ്. കുളിർ കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ട് കോച്ചി ഇറക്കിയാണ്. അത് ഷോപ്സൊക്കെ നോക്കി നല്ല സ്റ്റൈലായിട്ട് പുതിയത് പണിതിട്ടിട്ടുണ്ട്. വുഡൻ ഷോപ്പ് നമ്പർ ഇട്ട് കൊടുത്തിട്ട്. ഇപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആവും ഇത് കഴിയുമ്പോൾ. സ്റ്റോൾസൊക്കെ മാറി സ്ഥിരമായ ഒരു സെറ്റപ്പ്. നമുക്ക് ഇറങ്ങി നടക്കാം. അങ്ങനെ ലേ സിറ്റി മാർക്കറ്റിൽ ഇറങ്ങി വിചാരിച്ചേക്കാളും അടിപൊളി സംഭവമാണ്. കാരണം അവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട് വണ്ടികൾ ഇങ്ങനെ കടക്കാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഒരു മാർക്കറ്റ് അല്ല, ഒരു മോൾ റോഡ് പോലെ. ഡാർജിലിംഗിലും അതുപോലെ നമ്മുടെ ഹിൽ സ്റ്റേഷനിലൊക്കെയുള്ള മോൾ റോഡ് പോലെ തന്നെയാണ് ഇതും തോന്നണത്. നല്ല സ്റ്റൈലായിട്ട് അലങ്കരിച്ച ഷോപ്പുകളും ഒക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടാവും. നമുക്കൊന്ന് നടക്കാം. അതിന് മുമ്പ് ആദ്യം കണ്ട ഈ മെഡിക്കൽ സ്റ്റോറിൽ കയറി നമുക്ക് ഗ്ലൂക്കോസൊക്കെ വാങ്ങി വെക്കാം. അത് നല്ലതാണെന്നാണ് പറഞ്ഞത്. നല്ല രസകരമായ ഓത്തൻറ്റിക് ആയിട്ടുള്ള ഷോപ്സൊക്കെ ഉണ്ട്, നിറയെ ഉണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മെറ്റാലിക് ആയിട്ടുള്ള ഈ പോട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊതിയാവും ശരിക്കും. പക്ഷെ ഭയങ്കര പ്രൈസാണ്. അപ്പോൾ അതുകൊണ്ട് വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ. എന്തായാലും വിൻഡോ ഷോപ്പിംഗ് ആയാലും നടത്താം. ഇങ്ങനെ നടക്കാം നമുക്ക്. നൈസ് ഇറ്റ് ഈസ്. കാണാമെന്ന് മാത്രം ഉണ്ട്. എന്തായാലും സ്ട്രീറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യത്തൊരു ഷോപ്പിൽ തന്നെ കയറിയോ. നല്ല കളക്ഷൻസ് ആണ്. ബാഗ്സും അതുപോലെ ക്ലോത്ത്സും ഷോൾസ് ഒക്കെ നല്ല രസമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോൾസെയിൽ ഷോപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം. This is handmade. നമ്മുടെ ഹൗസ് ബോട്ടിൽ മൊത്തമായിരുന്നു. And this is double bed. I need just simple work. Maybe this. This is 2,500. Yeah, show me other colors and all. No, this is only the three Only these pieces. two. Yes. We are telling straightforwardly. We are not telling like that. This is the handmade or I tell Yeah, by I know, myself. I know. When you see this one, you don't tell me is this machine made or handmade. I myself told you that this is the machine made. Of course, I know. I understand. I appreciate your sincerity. Thank you. നല്ല രസമുണ്ട് അല്ലേ ഇത്. ദിസ് ഇസ് എ ബെഡ്ഷീറ്റ്. നല്ല ബെഡ്ഷീറ്റ്സ് ഉണ്ട് ഇവിടെ. ഗോൾഡനൊക്കെ കാണിച്ചു. പക്ഷെ എനിക്ക് തോന്നിയത് നല്ല ലാഭമാണെന്ന് തോന്നിയിട്ടോ. കാരണം ഇത് 2,500 ഉള്ളൂ. കിങ് ബെഡിന് ബെഡ് സ്പ്രെഡായിട്ട് ഇടാനായിട്ട്
നല്ല രസമായിരിക്കും. നല്ലൊരു റോയൽ ലുക്ക് ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന കാശ്മീരിനേക്കാളും ഇതാണ് ലാഭം എന്നാണ് പറയുന്നത്. കാരണം ഇവർ മേടിച്ച് വെച്ച പ്രൈസ് നമുക്ക് തരണേന്ന്. ഹോപ്പ് സോ. അപ്പോൾ എന്തായാലും അത് വാങ്ങാണ്. വാട്ട് ഡു യു കോൾ ദിസ് വർക്ക്? This is Ari work. This one, no? Yes. Ari work, This yeah. is Ari work and it's all done by hand. This is the Ari work which is done by hand. ഇത് കൈകൊണ്ട് ചെയ്യുന്ന അരി വർക്കാണ്. അരി വർക്കിലുള്ള ആ സാരിയും ദുപ്പട്ടാസും കുർത്തി സെറ്റും കുറേ കിടക്കുന്നുണ്ട്. കണ്ടു പശ്മിന ഷോൾസ് എനിക്ക് തോന്നുന്നു മണാലിയേക്കാളൊക്കെ നല്ല ക്വാളിറ്റി. മണാലി അതുപോലെ നമ്മൾ ലാസ്റ്റ് ഡാർജിലിംഗിലൊക്കെ നടന്നപ്പോൾ കണ്ടേക്കാളും നല്ല ക്വാളിറ്റി സാധനങ്ങൾ കണ്ടോ. അതൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിക്കുള്ള പ്രൈസ് നല്ല മര്യാദ വിലയാണ് പറയുന്നത്. Can I have some kurti with this work? Yeah, just kurti. We're making the purchase from the first shop itself. We haven't walked. You don't need to worry about anything. First thing, we believe on quality. We don't compromise on qualities. Yeah, I trust you. Which is this material? Oh, crash cotton. Yeah, that's good. You have one benefit for the crash cotton. When you will wash it, it will become same like that. Okay. If you want remove the wrinkles, you can iron. You can remove the wrinkles. Okay. Yeah. 5 meter cloth with this work and this is how much? 800. 800. നല്ല അടിപൊളി price. We have done for you Yeah, of course. That's what I'm telling them. And we'll because you talk to us very nicely, so we also prefer to make happy Oh yes, thank you. ബ്ലാക്കിൽ ഇത് വരുമ്പോൾ ഒരു ബിറ്റ് ഗോഡി ലുക്ക് ഉണ്ട്. ബട്ട് ദെൻ ഐ ഗോ ഫോർ ദിസ്. ഇതിൻ്റെ ഒരു 5-6 പീസസ് നമ്മളെടുത്തു. ചേച്ചിക്കും അനിയത്തിമാർക്കും ഒക്കെ കൊടുക്കാൻ. ഇത് 3 പീസാണ് കേട്ടോ. 3 പീസ് ഒരു 1200 ഉള്ളത് നമുക്ക് ഹോൾസെയിൽ റേറ്റിന് തന്നു. 800 ഫോർ ഈച്ച് പീസ്. സോ ദാറ്റ്സ് എ ഗുഡ് ഡീൽ. പിന്നെ ബെഡ് സ്പ്രെഡ് അടിപൊളി. You have 5 dresses. അപ്പം അങ്ങനെ കുറച്ച് കാശ് ചിലവാക്കി അങ്ങനെ കുറച്ചധികം കവറുകളൊക്കെ കിട്ടിയപ്പോൾ ഒരു സന്തോഷമായിട്ട് പോവാണ്. പക്ഷെ നല്ല കളക്ഷനാണ് കേട്ടോ. ഇത് ഷോപ്പ് ആസ് ഭയങ്കര നല്ല ക്വാളിറ്റി. തൊടുമ്പുണ്ടല്ലോ, വെരി സോഫ്റ്റ്. ഓഫ് ദൈവമേ, ആ പിങ്ക് നോക്കി. പിങ്ക് മതി, പോവാം. അല്ലല്ലോ, ഷോപ്പിൻ്റെ പേര് എന്തോ ആണ്. അതാ ലേ പശ്മിന, അതാണ് പേര്. മാർക്കറ്റിൻ്റെ മെയിൻ ഏരിയയിൽ കടന്നപ്പോൾ ഞെട്ടിപ്പോയി. ഗംഭീര സംഭവം. ഓഹ്, ഇത്രയ്ക്കും നമ്മൾ ലേയിൽ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള എന്തോ പരിപാടി അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, അതിൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഓഹോ നൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് വേഗം ചെല്ലാം. അതിൽ സ്ട്രീറ്റ് ഡെക്കറേഷനൊക്കെ ഏതാണ്ട് ബാംഗ്ലൂർ അങ്ങനെ മെട്രോ സിറ്റീസിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. അത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബോണസായി നമുക്ക്. അതാണ് നമ്മുടെ ഹോളി റെലിക്സ് ഓഫ് ദ തഥാഗത എക്സിബിഷൻ. നമ്മുടെ ഹോസ്റ്റ് പറഞ്ഞ സംഭവം, അതിൻ്റെ ബോർഡ് പലയിടത്തും കണ്ടിരുന്നു ഈ ഫ്ലെക്സ്. അപ്പം അതിനോട് ചേർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ പെർഫോമൻസ് ആണ് ഈ കൾച്ചറൽ നൈറ്റായിട്ട് ഇവിടെ ഈ ആഴ്ച മുഴുവൻ നടക്കുന്നത്. അടിപൊളി.
so much. What a wonderful performance. A heartfelt thank you to the പശ്മിന, ഒറിജിനൽ പശ്മിന കം സർട്ടിഫൈഡ് ഡയമണ്ട് പറഞ്ഞ പോലെ സർട്ടിഫൈ ചെയ്തിട്ടാണ് വരുന്നത്. 15,000 ഉള്ളൂ കേട്ടോ. പ്യൂരിറ്റി അടക്കം അതിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. Turn the carpet, it will change a little bit. Which one? This size? അങ്ങനെ കലാസന്ധ്യ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് കയറി ഷോപ്പിൽ, 1-2 ഷോപ്പിലും കൂടി കയറി കാർപ്പറ്റ്സും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി ഈ വിലയൊക്കെ. പക്ഷേ ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. 90,000 ആണ് ഈ കാർപ്പറ്റിൻ്റെ വില. പക്ഷേ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, സ്മൂത്ത് ആൻഡ് എന്താ പറയുക, തിളങ്ങാണ്. പക്ഷേ ഏതെങ്കിലും കാലത്ത് വാങ്ങാം എന്ന് വെച്ച് അതവിടെ ഇട്ടിട്ട് പോന്നു. അപ്പം അത്യാവശ്യം രാത്രിയായി, നമ്മൾ തിരിച്ച് കയറുകയാണ്. അപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വന്നു. നല്ല തണുപ്പാണ് ഇവിടെ. ഈ വാമറൊന്നുമില്ല അല്ലേ. റൂം ഹീറ്റിംഗ് സംവിധാനം വേണം. റൈസ് വിത്ത് ചിക്കൻ കറി, ദെൻ റൊട്ടി ഗീ ഇട്ടതാണ്, പിന്നെ പൊട്ടറ്റോ, മഷ്റൂം സാലഡ്, അങ്ങനെ നമ്മൾ മിക്സ്ഡ് വെജിറ്റബിൾസ്. അപ്പം കഴിക്കാം. കഴിച്ചു തുടങ്ങി. വേഗം കഴിച്ച് വേഗം ലഗേജൊക്കെ വണ്ടിയിൽ കയറ്റണം. എന്നിട്ട് നാളെ എപ്പോൾ പോകണം? ഒരു 5:30-6 മണിക്ക് മിനിമം ഇറങ്ങണം. ഓക്കെ, മാക്സിമം 5 വിചാരിച്ച 6 മണിക്ക് ഇറങ്ങാല്ലേ അല്ലേ? ഓ, കിടുകിടാന്നുള്ള തണുപ്പിൽ നമ്മൾ കഴിക്കാം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മളോട് വന്ന് വർത്തമാനം പറഞ്ഞിരുന്നു വീട്ടുകാർ. കുടുംബനാഥനും നാഥയും സംസാരിച്ചിരുന്നപ്പോഴാണ് ഒരു സംഭവം. നമ്മുടെ നാളത്തെ പ്ലാൻസ് ഒക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ വെതർ ജാക്കറ്റ്സ് ഒക്കെ ഇല്ലേ, നല്ല കട്ടിയുള്ളത് ജാക്കറ്റ്സ് ഒക്കെ ഇല്ലേ എന്ന് ചോദിച്ചു. നമ്മളുടെ വലിയ ജാക്കറ്റുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഈ മുള്ളൻ ജസ്റ്റ് അത്യാവശ്യമുള്ള ജാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇവിടുത്തെ പോലെയല്ല. ഇനി പോകുന്നിടത്തൊക്കെ പാങ്ങോങ്ങിലേക്ക് ഹാൻഡിലേക്ക് ഭയങ്കര കോൾഡ് വേവാന്ന് പറയുന്നത്. ഭയങ്കര കോൾഡ് സ്റ്റോം അടിക്കും. അപ്പോൾ പിടിച്ചെടുക്കാൻ പറ്റില്ല. നല്ല കട്ടിയുള്ള ജാക്കറ്റ്സ് ഒക്കെ വേണം, കോട്ട് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളാകെ മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഡീസലും ഓൺ ദ വേ കിട്ടാനായിട്ട് ഒരു 1.5 ദിവസം നമ്മൾ ഓട്ടം ഡീസലില്ലാത്ത പമ്പില്ലാത്ത വഴി കൂടെയാണ്. സാധാ പ്ലാനേക്കാളും കുറച്ച് എക്സ്റ്റെൻസീവ് പ്ലാനാണ് നമ്മുടെ. ഡെംചോക്കും മില്ലൊക്കെ നമ്മൾ പോയി തിരിച്ച് വരണമെന്നില്ല, അവിടെ തന്നെ സ്റ്റേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഹാൻഡ്ലെ ഡെംചോക്ക്, ഉംലിംഗ്ല, ഡെംചോക്ക്, പിന്നെ ഹാൻഡ്ലെ തിരിച്ച് പിന്നെ ലേ വരെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഹാൻഡ്ലെ തൊട്ടുള്ള ആ റൂട്ടിലൊന്നും പമ്പില്ല. ഹാങ്ങോങ് കഴിഞ്ഞാൽ പിന്നെ നൂമ എത്തിയിട്ടേ തിരിച്ച് നൂമ എത്തിയിട്ടേ പമ്പുള്ളൂ. അപ്പോൾ 1.5 ദിവസത്തോളം നമുക്ക് ഫ്യൂലില്ല. അപ്പോൾ അതിനൊരു ക്യാൻ വേണം. നമ്മൾ 20 ലിറ്ററിൻ്റെ വാട്ടർ ക്യാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് പോരാ. അപ്പോൾ ഇവിടുത്തെ പയ്യൻ ഓസിൻ്റെ അതേ പ്രായമുള്ള മോനാണ് ഇവിടുത്തെ. അപ്പോൾ അവനെ വിളിച്ചവര്. അപ്പോൾ അവൻ്റെ ഒരു 50 ലിറ്റർ ക്യാൻ ഉണ്ട്, ഡീസൽ ക്യാൻ. അപ്പോൾ അവൻ അത് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. നമ്മളെന്തായാലും തിരിച്ച് 11-ാം തീയതി നമ്മളിവിടെ എത്തും. 4-5 ദിവസം ഈ കറക്കം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടി ക്യാൻ വെക്കാൻ കുറച്ച് സ്ഥലം വേണം. പിന്നെ വെറുതെ ലഗേജും കൊണ്ട് നടക്കണ്ട. അപ്പോൾ നമ്മൾ കുറച്ച് പെട്ടികൾ ഇവിടെ വെച്ച് പോവാണ്.
അപ്പോൾ നമ്മൾ ഈ സമ്മർ ക്ലോത്ത്സും വിൻ്റർ ക്ലോത്ത്സും അങ്ങോട്ടൊക്കെ മാറ്റി ഒന്നും കൂടി ഒരുക്കി പെട്ടികളോടെ വയ്ക്കാനുള്ള ഏർപ്പാട്. അപ്പോൾ നേരത്തെ കിടക്കണം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ മണി 10 10:30. ഇതൊക്കെ ഒന്ന് മാത്രമല്ലേ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു, മറ്റേ കുറേ ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ മേടിച്ചല്ലോ നമ്മള്. അതൊക്കെ എവിടെയെങ്കിലും ഒതുക്കണം, അതൊക്കെ ഇവിടെ വെച്ച് പോകണം നല്ല ഭംഗിയിൽ പാക്ക് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പുള്ളിക്കാരം ഇവിടെ പുള്ളിക്കാരം കൂടി വെച്ചാൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. ഒരു 11 മണി 11:30 കിടക്കണം, 5 മണിക്ക് എന്നിട്ട് 6 മണിക്ക് മുമ്പായിട്ട് ഇറങ്ങണം. അപ്പോൾ ഗുഡ് നൈറ്റ്. Good night. ഫാമിലി ട്രാവൽ ട്രെയിൽസ് 15ാം ദിവസം സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്.